ഹരേ കൃഷ്ണ. തനിക്ക് 2 ഭാര്യമാരുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു തരത്തിലും സ്വരച്ചേർച്ചയില്ലെന്ന് മനസ്സിലാക്കിയ കണ്ണൻ ആകെ ദുഃഖിതനായി കാണപ്പെട്ടു. അവരെ തമ്മിൽ എങ്ങനെ ഐക്യത്തിലാക്കാനാവും എന്നതായിരുന്നു കണ്ണൻ്റെ ചിന്ത. ഒരു ദിവസം കണ്ണനും ഭാമയും തമ്മിലുള്ള സംഭാഷണമധ്യേ രുക്മിണിയെ പരാമർശിക്കാനിടയായി. അല്പം ഗർവ്വ് കൂടുതലുള്ള ഭാമ രുക്മിണിയെ ഇടിച്ചു താഴ്ത്തുന്ന നിലയിൽ സംസാരിച്ചു. ഇതിൽ രോഷം പൂണ്ട കണ്ണൻ ഇത് തന്നെ പറ്റിയ അവസരം എന്ന് ചിന്തിച്ച് രുക്മിണിയെ ആളയച്ച് വിളിച്ചു വരുത്തി. ശേഷം 2 പേരോടുമായി പറഞ്ഞു, നിങ്ങളിൽ ആർക്കാണ് എന്നോട് സ്നേഹവും ഭക്തിയും കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ആര് ജയിക്കുമെന്ന് നോക്കാം. 2 പേരും സമ്മതിച്ചു. കണ്ണൻ ഒരു ത്രാസ് വരുത്തി അതിൻ്റെ ഒരു തട്ടിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, മറുതട്ടിൽ എന്നേക്കാൾ ഭാരമുള്ള വസ്തു ആര് വയ്ക്കുന്നുവോ അയാൾ ജയിച്ചു. ഞാൻ ആദ്യം വയ്ക്കാമെന്ന് പറഞ്ഞ് സത്യഭാമ തൻ്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം തട്ടിൽ നിരത്തി. പക്ഷേ ത്രാസ് അനങ്ങിയില്ല. അവസാനം പരാജയം സമ്മതിച്ച് പിന്മാറി. അടുത്തത് രുക്മിണിയുടെ ഊഴമായിരുന്നു. അവൾ ഒരു പിടി തുളസിയിലകൾ പറിച്ചെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് 2 കൈകളും കൂപ്പി അല്പസമയം കണ്ണനെ പ്രാർത്ഥിച്ചു. ശേഷം ആ തുളസിയില തട്ടിൽ വെച്ച് അത്ഭുതമെന്ന് പറയട്ടെ, ത്രാസിൻ്റെ സൂചി അനങ്ങി. തുളസിയില വച്ച് തട്ട് താണു. കണ്ണൻ പുഞ്ചിരിയോടെ ഭാമയെ നോക്കി പറഞ്ഞു, ദേവി, ഇതാണ് ഭക്തി. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ഭാമ, എൻ്റെ അഹങ്കാരം ശമിച്ചു. ഞാനിനി രുക്മിണിയോട് മത്സരിക്കുകയില്ല. ഞങ്ങൾ പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞുകൊള്ളാം എന്ന് വാക്കു നൽകി. അങ്ങനെ കണ്ണൻ സ്വസ്ഥനായി.